വെൽക്കം ടു കിച്ചൺ ഡയറീസ്. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായ ഒരു ചിക്കൻ കട്ട്ലറ്റ് ആണ്. ഇത് നല്ല ഒരു നോമ്പ് തുറയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവം കൂടിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനു വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തത്, 2 പൊട്ടറ്റോ ഉപ്പ് ചേർത്ത് വേവിച്ച് മാഷ് ചെയ്തെടുത്തത്, ചിക്കൻ കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് ഗ്രൈൻഡറിൽ പൾസ് ചെയ്തെടുത്തത്, ബ്രെഡ് ക്രംസ്, 1 എഗ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ചേർക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് അധികം ചേർക്കരുത്, കാരണം നമ്മൾ പൊട്ടറ്റോ വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിരുന്നു. പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ചുവന്ന മുളക് എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കുക. അതിലേക്ക് മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോ ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. മസാലയെ എല്ലാ സ്ഥലത്തും നല്ലോണം ഇളകി വരുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. ഒരു ബൗൾ എടുത്ത് അതിനകത്തേക്ക് 1 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. അത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റിന് വേണ്ട ചേരുവകൾ റെഡിയായിട്ടുണ്ട്. ചിക്കനിൻ്റെ മസാല എടുത്ത് കൈവെള്ളയിൽ വെച്ച് നന്നായി ചിക്കൻ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കുക. കൈകൊണ്ട് നന്നായി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്ത ഉരുളയും എടുത്ത് കൈവെള്ളയിൽ വെച്ച് പരത്തിയെടുക്കുകയാണ്. അതിനുശേഷം ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. നന്നായി കോട്ട് ചെയ്ത് വരണം ബ്രെഡ് ക്രംസ്. അടുത്ത കട്ട്ലറ്റും ബീറ്റ് ചെയ്ത എഗ്ഗിൽ മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കുക. 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും കവർ ചെയ്തെടുക്കുക. ഇങ്ങനെ ബാക്കിയുള്ള കട്ട്ലറ്റിൻ്റെ മാവ് കൂടി റെഡിയാക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ മാവ് റെഡിയായിട്ടുണ്ട്. ഒരു പാനിൽ ഓയിൽ ചൂടായതിനു ശേഷം അതിനകത്തേക്ക് നമ്മുടെ കട്ട്ലറ്റിൻ്റെ മാവ് ചേർക്കുക. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഏകദേശം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അധികം വേവേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഉള്ളിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി വേവിച്ചതിന് ശേഷമാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതുപോലെ അടുത്ത കട്ട്ലറ്റും എണ്ണയിലേക്ക് ചേർക്കുക. കുറച്ച് നല്ല ഹോട്ടായിരിക്കുന്ന എണ്ണയിലേക്ക് തന്നെ ചേർക്കുക. പെട്ടെന്ന് റെഡിയായി കിട്ടും കട്ട്ലറ്റ്. ഇപ്പോൾ നമ്മുടെ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റാണ്. ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.